ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവസാനം 2 വർഷത്തിന് ശേഷം ഞങ്ങളിത് ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാനതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ഫുള്ള് പെയിൻറ്റ് കഴിഞ്ഞ അവസ്ഥ അറിയായിരിക്കുമല്ലോ. അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ തന്നെ ചെയ്യാമെന്നാണ്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന വീടും നമ്മൾ പോയി താമസിക്കുന്ന വീടും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞാപ്പയുണ്ട്, നമുക്കൊട്ടും നമ്മൾ ആകെ വയ്യാണ്ടാവും. ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ പോയപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫസ്റ്റ് ഞാനിട്ട വീഡിയോ. അപ്പോൾ നമുക്ക് അവർ ആ വീടിട്ട പോലെ നമുക്ക് ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ല, ഈ വീട് നമുക്ക് ഇട്ട് പോകാൻ പറ്റില്ല, എനിക്കത് പറ്റൂല. അപ്പോൾ നമ്മൾ ഈ വീട് നല്ല വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ ആ വീട് നമ്മൾ വേറൊരു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരത് ക്ലീൻ ചെയ്യും. ആ സമയം കൊണ്ട് നമുക്കിവിടെ കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കാറിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കാറിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഇരിക്കുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ലൈക്ക് TV, കട്ടിലിൻ്റെ ബാക്കിലത്തെ ആ ഒരു തട്ടുണ്ടല്ലോ, അത് അഴിച്ച് വെച്ചു ഇന്നലെ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിനായിട്ട് ആ ഷെൽഫിലൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് പാക്ക് ചെയ്ത് നമ്മുടെ കാറിൽ കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ നമ്മൾ കൊണ്ടുവച്ചിട്ട് ഒരു സാറ്റർഡേ സൺഡേക്കുള്ളിൽ നമ്മൾ ക്വാർട്ടേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വീടായിരിക്കില്ല, ആ വീടായിരിക്കും. അപ്പോൾ നമുക്ക് പാക്കിങ് തുടങ്ങിയാലോ. ബാ. കുഞ്ഞാപ്പ ആക്ച്വലി ഭയങ്കര നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്. അപ്പോൾ അവൾ ഉറങ്ങണ നമുക്ക് പയ്യെ ചെയ്യാൻ പറ്റുള്ളൂ. അധികം ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. ശബ്ദം ഉണ്ടാക്കി അപ്പം അവൾ എണീക്കും. അപ്പോൾ പയ്യെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഉറങ്ങണ കണ്ടോ, നല്ല ഉറക്കാണ് ആള്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, ഞാൻ മൈക്ക് ഇവിടെ കുത്താണേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ട് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയുന്നില്ല. എവിടെ നിങ്ങൾക്ക് തുടങ്ങണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ആ വീട്ടിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ. കാരണം ഇത് ലൈക്ക് ഞാൻ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്കിത് ആവശ്യമില്ല, 2-3 ദിവസത്തേക്കൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിത് അവിടെ കൊണ്ടുവയ്ക്കാം. ഇതിൻ്റെ ഒപ്പമുള്ള ഡ്രസ്സാണ് ഇത്. പിന്നെ ഇത് ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ ഉള്ള ഒരു ബാഗാണ്. ഇതും നമുക്ക് തൽക്കാലം ആവശ്യമില്ല. അപ്പോൾ ഇതും നമുക്ക് കൊണ്ടുവയ്ക്കാം. ഇതിൽ നിന്ന് നല്ല വെയിറ്റ്, ഇതാ ഭാര വെയിറ്റ്. ഇത് ഞാൻ അന്ന് ഇത് തണുപ്പിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒട്ടും ആവശ്യമില്ല. പിന്നെ കുഞ്ഞാപ്പിയുടെ തണുപ്പിന് യൂസ് ചെയ്യുന്ന സാധനമൊക്കെയാണ് സ്വെറ്റർ, ജാക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറേ പഴയ ഡ്രസ്സുകളുണ്ടല്ലോ, നമുക്ക് അല്ലാതെ ഓർമ്മയ്ക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് നമുക്ക് അത്രയും അച്ഛനും സലാലിന്ന് കൊണ്ടുവന്ന 2-3 ഡ്രസ്സുകൾ. പിന്നെ ഇവൾക്ക് 3 മാസത്തിലെന്ന് തോന്നുന്നുണ്ട് ഡാഡീസ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ആ ഡ്രസ്സും എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒന്നും ഇവിടെ പകുതി ഡ്രസ്സുകൾ കളയാൻ പകുതി എല്ലാ ഡ്രസ്സുകളും കളയാൻ തോന്നുന്നില്ല. പക്ഷേ നമുക്ക് അല്ലാതെ ഇങ്ങനെ കൂട്ടി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൽ അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഇതും നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ഇത് കുഞ്ഞാപ്പിയുടെ നല്ല ഡ്രസ്സുകളാണ്. അപ്പോൾ ഞാൻ കരുതുന്നൊരു 3-4-5 ജോഡി മാറ്റി വെച്ചിട്ട് ഇതും അവിടെ കൊണ്ടുവയ്ക്കാമെന്ന്. ഇത് എൻ്റെ ഡ്രസ്സുകളാണ്. ഇതിൽ കുറച്ചൊക്കെ കളയാനുണ്ട്. ആക്ച്വലി ബാഗേ കളയണം. ഇതൊക്കെ ആകെ കീറിപ്പോയി. അപ്പോൾ ഈ ബാഗ് കളയണം. ഒരെണ്ണം ഓർഡർ ചെയ്തതിന് ശേഷം വേണം ബാഗ് കളയാൻ. എല്ലാം കുത്തിയേറ്റി വെച്ചിട്ടാണ് വേറെ കാര്യം. ഇത് നിറഞ്ഞിട്ട് സിബ് അടയ്ക്കുമ്പോൾ അത് കീറിപ്പോയി. അപ്പോൾ അത് ഒരെണ്ണം വേറെ മേടിക്കണം. അപ്പോൾ അത് വന്നതിന് ശേഷം ഇത് കളയുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ശബ്ദം കൂട്ടി സംസാരിക്കാം, ഓർമ്മയില്ലാണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് ഫുള്ള് പാക്ക് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഇനി ഇവിടുത്തെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം കേട്ടോ. അവളുടെ ടോയ്സാണ്. എണീറ്റ്. ഹായ്, കുഞ്ഞാപ്പി എണീറ്റു. ഇനി നമുക്ക് ഇവൾക്ക് ഫുഡും കൊടുത്ത് ഫുഡ് കഴിക്കണം. പല്ല് കഴിക്കണ്ട. അപ്പോൾ ഫുഡ് കഴിക്കണം, പല്ല് കഴിക്കണം. ഗുഡ് ഗേൾ. പല്ല് തേച്ച് ഫുഡും കഴിച്ച് ഞങ്ങൾ കുളിച്ച് ഓടി വരാം. പറ. ഹായ് ഗൈസ് എന്ന് പറ. നോക്ക്. ഹായ് ഗൈസ് എന്ന് പറ. നാണം വേണ്ട, നമുക്ക് നാണം വേണ്ടു. പിന്നെ കുറച്ച് വേണം ഗൈസ്. 2000 years later. കുഞ്ഞാപ്പി എണീറ്റതിന് ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം അവൾ ഫുൾ ടൈം എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഏട്ടൻ വന്നതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാതും പാക്ക് ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ക്വാർട്ടേഴ്സിൽ കൊണ്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്താ ഫ്രിഡ്ജ് ഫുൾ ക്ലീൻ ആക്കി ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചു. ഗൈസ്, നമ്മുടെ കുറച്ച് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുവച്ച് നേരെ നമ്മൾ
ഫോട്ടോസിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ്. ലൈക്ക് TV, കമ്പ്യൂട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ അടുക്കളയിലത്തെ കുറച്ച് സാധനങ്ങളും. എന്തായി ഒക്കെ എടുത്തോട്ടാ. ഒരു മിനിറ്റ് നോക്കാം. നമ്മൾ നിന്നിരുന്ന വീട്ടിൽ നിന്ന് ഇതാ പയ്യെ പയ്യെ സാധനങ്ങളെടുത്ത് കൊണ്ട് വെക്കുക കേട്ടോ. നമ്മളൊരു 3 ദിവസം എടുത്തിട്ടാണ് സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചത്. ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഊരിയിട്ടാണ് കൊണ്ടുവന്നേക്കണേ. അപ്പം ഞാൻ ഏട്ടൻ അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന ടൈമിൽ ഞാനിതിരുന്ന് ഇങ്ങനെ ഫിക്സ് ആക്കായിരുന്നു. ഞങ്ങള് പുതിയ വീട്ടിലാണ്. ഞങ്ങള് നന്നായല്ല, ഞങ്ങള് പുതിയ വീട്ടിലാ. കുഞ്ഞാപ്പിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായ? ഇഷ്ടായ? ഹലോ ഗൈസ്. Hey Siri, play Kaatijambagam from Pallichittambi. Playing Kaatijambagam from Pallichittambi by J.C. Joy. And Kaitapur. നമ്മൾ ഇന്ന് ഇത്രയും കൊണ്ടുവച്ചോളൂ കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ AC അയക്കാനുള്ള ആൾ വന്നു. അങ്ങനെ AC കഴിച്ച് വെച്ചിട്ട് ഇനി നാളെ AC കൊണ്ട് നമ്മൾ വീട്ടിൽ വെക്കണം. അത് നമ്മുടെ കാറിൽ കൊണ്ട് വെക്കാനാണ് പ്ലാൻ. പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്തു. കാരണം ഇത്രയും നാൾ ബാത്റൂമിലല്ലേ ഇരുന്നിരുന്നത്. സോ ഞാൻ ജസ്റ്റ് പുറത്ത് വെച്ച് അതൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചു. ഞങ്ങൾ ഫസ്റ്റ് ബെഡ്റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചേ വാഷിംഗ് മെഷീൻ. പക്ഷേ എല്ലാം വെച്ച് വന്നപ്പോൾ നമുക്ക് ബെഡ്റൂമിൽ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ബാൽക്കണിയിൽ വെച്ചു. എന്തായാലും നമ്മൾ വാഷിംഗ് മെഷീൻ കഴുകാണ്. അപ്പോൾ അവിടെ വെള്ളം വീഴും. അപ്പോൾ നമ്മൾ അവിടെ കൂടി തുടച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞാപ്പി അവിടെ തുടയ്ക്കേണ്ടതാണ് കേട്ടോ. ഇതാണ് അവളുടെ പരിപാടി. നമ്മളവിടെ പണി ചെയ്യുമ്പോൾ അമ്മ പണി ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരട്ടി പണിയാക്കും. പണി ചെയ്യാ, അമ്മനെ സഹായിക്കാ, അമ്മനെ സഹായിക്കാ. അയ്യോ ഡ്രസ് കഴിഞ്ഞാ? പനി കഴിഞ്ഞാ? പനി കഴിഞ്ഞാ? തുടച്ചു കഴിഞ്ഞോ? അത് തുറക്കണ്ട, നമ്മൾ തുറന്ന് അടച്ചതല്ലേ, ഇത് തുറക്കണ്ട. അതിന് പണി കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് വാ. കുഞ്ഞാപ്പി എന്താ ചെയ്യണേ? അത് പാണിയിട്ടില്ല. അയ്യോ വെള്ളണ്ട, വെള്ളത്തിൽ വീഴണ്ട. ഇവിടെ ആയോ? മതി വാ, വെള്ളത്തിൽ വീഴും. വന്നേണ്ട, മതി മതി. പാണി ചെയ്യുന്നത് മതിയോ? വാഷിംഗ് മെഷീനൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ തന്നെയാണ് കിടന്നത്. ലൈക്ക് ഈ വീട്ടിൽ തന്നെയാണ് കിടന്നത്. പിന്നെ ദിസ് ഈസ് സെക്കൻഡ് ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ AC സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടുത്തെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് ഞാനിരിക്കുന്നത്. എന്താ അവിടെ AC-യുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ AC-യുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഷിഫ്റ്റിങ്ങിനെ വിളിച്ചത്. അപ്പം നമ്മൾ പ്രവീൺ സാറിനെ നമ്മുടെ വീട്ടിൽ നിർത്തിയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു. ഒരു ഷട്ടിൽ പോലെ ആയിരുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള അല്ല അവിടെ രാത്രിയിട്ട് ചായ കൂടിയൊക്കെ മുട്ടി. ചായ കുടിക്കാൻ
ഞാൻ വിളിക്കാം അപ്പൊ പോയി ചായ ഇട്ടടുക്കളയിൽ. അല്ല ഇനി നമുക്ക് യാത്രയൊന്നും ഇറങ്ങാൻ പറ്റില്ല. അയാള് നമ്മളെ മിസ് ചെയ്യും. ഇവരെന്താ വരാത്തേന്ന്. നമുക്ക് 8 മണി വരെ പുറത്ത്, 8 മണി വരെ നമ്മൾ പുറത്ത് അല്ലേ? ഇവിടെ AC നമ്മുടെ സെറ്റായിട്ടുണ്ട്. AC സെറ്റായി. ഇതിൻ്റെ ഓരോന്നോരോന്നായിട്ട് ചേട്ടന്മാർ കൊണ്ട് വന്നുകൊണ്ടിരിക്കുക ഗൈസ്. നമ്മൾ നേരത്തെ സെറ്റാക്കിയത്. അങ്ങനെ നമ്മുടെ ബെഡും AC-യും എല്ലാം ഇവിടെ, കാരണം നമ്മൾ ഇന്ന് ഇവിടെ ആട്ടോ കിടന്നത്. പിന്നെ നമുക്ക് രാത്രിയിലത്തെ ഫുഡ് പ്രവീൺ സാറും ആര്യ ചേച്ചിയാണ് തന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. കുഞ്ഞാബീനോ സിദ്ധുവിന് കറിയണ്ട. സിദ്ധുവിന് പപ്പടല്ലേ? ഭൂരി. ഭൂരി കഴിച്ചോട്ടാ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പ്രവീൺ സാറും ചേച്ചിയാണ് ഫുഡ് തന്നെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതാ ഇനി കുറച്ചൊന്ന് ഇവിടെ സെറ്റാക്കണം. അടുക്കള കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കണം. പിന്നെ ബെഡൊന്ന് വിരിക്കണം. അത് കഴിഞ്ഞാൽ നാളെക്കൊന്ന് ഉറങ്ങണം. പിന്നെ നാളെ രാവിലെ നമ്മൾ നീരിൻ്റെ വീട് പോയിട്ട് കുറച്ചും കൂടി സാധനങ്ങളുണ്ട് അവിടെ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ എടുത്ത് അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് നീറ്റുമായിട്ട് നമുക്ക് അവിടെ നിന്ന് പോരണം. അപ്പോൾ ദിസ് ഈസ് ഡേ 3. നമ്മൾ ചായ കുടിച്ചിട്ടാണ് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോയിട്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇന്ന് ഫുൾ ഈ വീട് ക്ലീനിങ് ആയിരുന്നു ഞങ്ങളുടെ പരിപാടി. അയ്യോ വയ്യാണ്ടായി സത്യം അറിയാലോ. അങ്ങനെ നമ്മളെല്ലാം സെറ്റായി ക്ലീൻ ചെയ്ത് വേറൊരു പുതിയ ആൾ വന്നു കേട്ടോ വീട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ചാവി ഹാൻഡ് ഓവർ ചെയ്തു. അയ്യോ എനിക്ക് സത്യം പറഞ്ഞ സങ്കടമായി. കാരണം നമ്മൾ 2 വർഷം ഇവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പോകണമെന്ന് പറയുമ്പോൾ ഒരു സങ്കടം, ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് സത്യം അറിയാലോ. അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഈ വീട് വിട്ട് പോവാണ്. അങ്ങനെ ഗൈസ് നമ്മളിതാ ക്വാർട്ടേഴ്സ് എത്തി. ഇനിയുള്ള വിശേഷങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് ആയിരിക്കും കേട്ടോ ഇനിയുള്ള കാണാൻ പോണ വീഡിയോസൊക്കെ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.